ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കുരിശിൻ്റെ വഴിയിലെ മൂന്നാം സ്ഥലം ഈശോ കുരിശുമായി ഒന്നാം പ്രാവശ്യം വീഴുന്നതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ അവസരത്തിൽ ഈശോയുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. കുറ്റവിചാരണത്തിന് ശേഷം രാത്രി മുഴുവൻ ചമ്മട്ടിയടിയേറ്റ ശരീരം, ഒരു ഇഞ്ച് സ്ഥലം പോലുമില്ല മുറിവേൽക്കാതെ. എന്നിട്ടും മനുഷ്യൻ കൊടുത്ത കുരിശ് സസന്തോഷം സ്വീകരിച്ചുകൊണ്ട് ഈശോനാഥൻ നീങ്ങുകയാണ്. കുരിശിൻ്റെ ദുർവഹമായ ഭാരം നമ്മുടെ പാപഭാരം തന്നെ. നമ്മുടെ പാപങ്ങളുടെ ഭാരമാണ് ഈശോയെ കുരിശിൻ്റെ വഴിയിൽ വീഴാനിടയാക്കിയത്. കുരിശോടുകൂടെ ദൈവപിതാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണ് ഈശോ. യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധിയാണെന്ന് നിയമജ്ഞർക്കും ഫരിസേയർക്കും അറിയാമായിരുന്നിട്ടും പീഡനമേൽക്കുന്ന കർത്താവ് വീഴ്ചയ്ക്കിടയിലും ഒരേ ഒരു ലക്ഷ്യം മാത്രം, പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നതാണ്. അനുഗ്രഹമേകുവാനും സൗഖ്യമേകുവാനും അപ്പം വാഴ്ത്തി വിളമ്പുവാനും ഉപയോഗിച്ച കൈകൾ, എല്ലാവർക്കും സത്വാർത്തയേകാനായി നടന്നു നീങ്ങിയ കാലുകൾ, ആ കൈകളും കാലുകളുമാണ് തിരുവിലാവുമാണ് ഇരുമ്പാണികളാൽ കുത്തിപ്പിളർന്നത്.